പ്രിലിംസ് 2024 13ാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. 13ാമത്തെ ചോദ്യം ജിയോഗ്രഫിയിൽ നിന്ന്, പ്രത്യേകിച്ചും വേൾഡ് ക്ലൈമറ്റിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം കാണുമ്പോൾ പല ആൾക്കാരും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ കൺഫ്യൂസ് ആവാറുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന ഒരു ഭാഗമായതുകൊണ്ട് കൺഫ്യൂസ് ആവാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ചോദ്യം, എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളത്. ചോദ്യം എന്താണ്? കൺസിഡർ ദ ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻ. എന്നിട്ട് 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ആനുവൽ and daily range of temperatures is low. Precipitation occurs throughout the year. Precipitation varies between 50 centimeter to 50 centimeter. What is this climate type എന്നുള്ളതാണ്. ഈ ചോദ്യം അല്ലെങ്കിൽ ഇതേ ടൈപ്പ് ചോദ്യം UPSC ആദ്യമായിട്ടല്ല ചോദിക്കുന്നതെന്ന് ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. UPSC 2 or 3 പ്രാവശ്യം കഴിഞ്ഞൊരു 5-8 വർഷത്തിനുള്ളിൽ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയ വേൾഡ് ക്ലൈമറ്റ് എന്ന് പറയുന്ന ഏരിയ അല്ലെങ്കിൽ വേൾഡ് ക്ലൈമറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഫറൻസ് സോഴ്സ് NCERT തന്നെയാണ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അതിലെ ക്ലൈമറ്റിക് ടൈപ്പുകൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, കാരണം UPSC സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇക്വറ്റോറിയൽ ക്ലൈമറ്റ്, ചൈന ടൈപ്പ് ക്ലൈമറ്റ്, ഹ്യൂമിഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, മറൈൻ വെസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യം ആദ്യം വായിക്കുന്ന ഒരാൾ ഫസ്റ്റ്, അതായത് ഈ ഒരു ഇക്വറ്റോറിയൽ ക്ലൈമറ്റിനെ കുറിച്ച് കുറച്ചൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ UPSC മുന്നേ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ മാർക്ക് ചെയ്യാൻ പോകുന്ന ഉത്തരം എ, ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് ആയിരിക്കും എന്ന് ഓർത്ത് വെക്കാം. കാരണം ഇക്വറ്റോറിയൽ ക്ലൈമറ്റുമായിട്ട് വളരെയധികം സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നൽകിയിട്ടുള്ളത്. ആനുവൽ ആൻഡ് ഡെയിലി റേഞ്ച് ഓഫ് ടെമ്പറേച്ചേഴ്സ് ഇസ് ലോ. അതായത് ഒരു ദിവസത്തെയും അല്ലെങ്കിൽ ഒരു വർഷത്തെയും ടെമ്പറേച്ചർ റേഞ്ച് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, കൂടിയ ടെമ്പറേച്ചറും കുറഞ്ഞ ടെമ്പറേച്ചറും നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, കാര്യമായിട്ടുള്ള ഡിഫറൻസ് വരുന്നില്ല എന്നുള്ളതാണ് അല്ലെ. ഭൂമിയുടെ ഇക്വേറ്റർ പ്രദേശത്ത്, ഇതാണ് ഭൂമിയെങ്കിൽ ഭൂമിയുടെ ഇക്വേറ്റർ പ്രദേശത്ത് സൂര്യൻ എപ്പോഴും ഇങ്ങനെ തന്നെയുള്ളത്. സോ ഏകദേശം ഈ ഒരു ഇക്വേറ്റർ പ്രദേശത്ത് കാര്യമായിട്ടുള്ള ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ടാവുന്നില്ല. സോ ഇത് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിന്റെ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ പ്രദേശത്തുള്ള ക്ലൈമറ്റിന്റെ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിന്റെ ഒരു 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 മാർക്കായിട്ട് കാണാൻ പറ്റും. പ്രിസിപ്പിറ്റേഷൻ ഒക്കേഴ്സ് ത്രൂ ഔട്ട് ദ ഇയർ അല്ലെ. നമ്മൾ ഇക്വേറ്റർ പ്രദേശത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട്, വെള്ളം നീരാവിയായിട്ട് മേഘങ്ങളായിട്ട് മാറും, ഈ മേഘം മഴയായിട്ട് പെയ്യും. അപ്പോൾ ഇക്വേറ്റർ പ്രദേശത്ത് തുടർച്ചയായിട്ട് മഴ ഉണ്ടാവാറുണ്ട്, എല്ലാ ദിവസവും മഴ ഉണ്ടാവാറുണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ഇക്വറ്റോറിയൽ ക്ലൈമറ്റുമായിട്ട് മാച്ചിങ് ആണ്. പക്ഷെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. പ്രിസിപ്പിറ്റേഷൻ വാരീസ് ബിറ്റ്വീൻ 50 സെന്റിമീറ്റർ ടു 250 സെന്റിമീറ്റർ. അതായത് ചില സമയത്ത് മഴയുടെ അളവ് 250 സെന്റിമീറ്റർ ആയിട്ട് പോകും, ചില സമയത്ത് മഴയുടെ അളവ് 50 സെന്റിമീറ്റർ ആവും. ഇക്വറ്റോറിയൽ ക്ലൈമറ്റിൽ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇല്ല, കാരണം എല്ലാ സമയത്തും ചൂടുണ്ട്, എല്ലാ സമയത്തും മേഘം രൂപപ്പെടുന്നുണ്ട്, എല്ലാ സമയത്തും മഴ വരുന്നുണ്ട്. സോ പ്രിസിപ്പിറ്റേഷനും ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും, അത് ഹയർ സൈഡിലായിരിക്കും ഇക്വറ്റോറിയൽ ക്ലൈമറ്റ്. ഓർത്ത് വെക്കുക, ഈ 3ാമത്തെ പോയിന്റ് ആണ് ഇവിടെ ക്രിട്ടിക്കൽ ആയിട്ട് മാറുന്നതെന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ വേൾഡ് ക്ലൈമറ്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡിഫറൻസുകളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് അവിടുത്തെ ക്ലൈമറ്റിലുള്ള വ്യത്യാസം എന്താണ് മറ്റ് ക്ലൈമറ്റുകളുമായിട്ട് അതിനെ ഡിസ്റ്റിങ്ക്ട് ചെയ്യുന്ന ഈവന്റുകൾ എന്താണെന്ന് നോക്കുക. ഓൾമോസ്റ്റ് ഇത് ഇക്വറ്റോറിയൽ ക്ലൈമറ്റുമായിട്ട് മാച്ചിങ് ആണ്, പക്ഷെ ഈ ഒരു മഴയുടെ അല്ലെങ്കിൽ പ്രിസിപ്പിറ്റേഷന്റെ അളവിലുള്ള വേരിയേഷൻ ആണ് ഡിഫറൻസ് ഉണ്ടാക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ മറൈൻ വെസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റ് ആണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഇത് അറ്റൻഡ് ചെയ്ത ഭൂരിഭാഗം ആൾക്കാരും ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് എന്ന് മാർക്ക് ചെയ്യണം, ഈ ഒരു ഭാഗം അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് സിവിൽ സർവീസ് എക്സാമിൽ വളരെ ശ്രദ്ധയോടെ വേണം ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്യാൻ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രിസിപ്പിറ്റേഷൻ ഇത്രയും വലിയൊരു വാരിയൻസ് വരുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇക്വേറ്ററിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു വാരിയൻസ് വരുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നില്ല എങ്കിൽ നിങ്ങൾ ഇത് തെറ്റിക്കാൻ സാധ്യതയുണ്ടെന്ന് ഓർത്തുകോ. പഠിച്ചിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ. പക്ഷെ ഇതിന്റെ ശരിയായിട്ട് ഉത്തരം ഡി ആണെന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ ചോദ്യം എവിടെ നിന്നാ വന്നേ? നമ്മുടെ NCERT തന്നെയാണ്. അപ്പോൾ ഇതാണ് ട്രോപ്പിക്കൽ വെറ്റ് ക്ലൈമറ്റ്, അല്ലെങ്കിൽ ഇക്വേറ്ററിന്റെ അടുത്തുള്ള ക്ലൈമറ്റ് ട്രോപ്പിക്കൽ വെറ്റ് ക്ലൈമറ്റ് എന്ന് വിളിക്കാം. ട്രോപ്പിക്കൽ പ്രദേശത്തുള്ളതാണ്. ഇവിടെ റെയിൻഫോൾ ഒക്കേഴ്സ് എവറി മന്ത് ഓഫ് ദി ഇയർ, അല്ലെങ്കിൽ എവറി ഡേ ഈസ് ദ സെയിം, എല്ലാ ദിവസവും മഴ പെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഈസ് യൂണിഫോംലി ഹൈ, ആനുവൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് നെഗ്ലിജിബിൾ. അപ്പോൾ ഈ ഒരു പോയിന്റുകൾ മാച്ചിങ് തന്നെയാണ്, മഴ എല്ലാ ദിവസവും പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രോപ്പിക്കൽ വെറ്റ് ക്ലൈമറ്റ് അല്ലെങ്കിൽ ഇക്വേറ്ററിന്റെ അടുത്തുള്ള ക്ലൈമറ്റിന്റെ പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു വെസ്റ്റ് കോസ്റ്റ് മറൈൻ ക്ലൈമറ്റുമായിട്ട് കൺഫ്യൂസ് ആവാതിരിക്കുക എന്നുള്ളതാണ്. മറൈൻ വെസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റ് എന്ന് പറയുന്നതായിട്ടുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഈസ് മോഡറേറ്റ് ഇൻ വിന്റർ, വാമർ ദാൻ ഇറ്റ് ലാറ്റിറ്റ്യൂഡ്. അതായത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ റേഞ്ച് ഈസ് സ്മോൾ, precipitation occurs throughout the year, precipitation varies greatly between
50 to 250 സെന്റിമീറ്റർ. എക്സാക്ട്ലി ഈ ഒരു സെന്റൻസുകൾ നിങ്ങൾക്ക് ചോദ്യത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഇത് ആക്ച്വലി മറൈൻ വെസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റിന്റെ ഡീറ്റെയിൽസ് ആണെന്ന് ഓർത്ത് വെക്കുക. ഇത് എവിടെന്നാ? NCERT എന്നാണ്. അപ്പൊ ജോഗ്രഫിക്ക് NCERT ക്ലാസ് 6 to 12 NCERT നന്നായിട്ട് അങ്ങ് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യമായിട്ടുള്ളത്. അപ്പോൾ ലേണേഴ്സ് വേൾഡ് ക്ലൈമറ്റ് അതിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. NCERT ബേസ്ഡ് ആണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു NCERT കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് എല്ലാ വർഷവും UPSC ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ സിമിലർ ടൈപ്പ് ചോദ്യം ചോദിക്കുന്നത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ NCERTs കൃത്യമായിട്ട് മനസ്സിലാക്കുക, ജിയോഗ്രഫിയെ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ലേണേഴ്സിന്റെ ജിയോഗ്രഫി ക്ലാസ്സോ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളെ കുറിച്ചോ അറിയണം എന്നുണ്ടെങ്കിൽ ലേണേഴ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ലേണേഴ്സിലെ ക്ലാസ്സുകളെ കുറിച്ച് അറിയാൻ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു ചോദ്യമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.